യമാലെ മോനെ നീ കാണും, എസ്തവോനെ കാണും, പറ്റുകയാണെങ്കിൽ അതേപോലെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, കണ്ടു പഠിക്കാൻ നോക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. കാരണം എന്തൊക്കെയാ ഈ ചെറുക്കൻ പറയുന്നത്, എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്രോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാൽ ആഹാ, ലമിൻ യമാൽ പറഞ്ഞാൽ ഓഹോ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ റൊണാൾഡോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇബ്രാഹിമോവിച്ചൊക്കെ ഇതേപോലെ സംസാരിക്കാറുണ്ടായിരുന്നു. അവരൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്ത ആളുകളാണ്. അവരൊക്കെ പ്രൂവ് ചെയ്ത് അവരൊക്കെ ലെജൻസ് ആയി നിൽക്കുന്ന സമയത്ത് ആണ് ഇവരൊക്കെ ഇപ്പൊ റൊണാൾഡോ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് അത് പറയാനുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ്. ആ അർഹത ഇവിടുത്തെ ഫുട്ബോൾ ലോകർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചെറുക്കൻ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ബാഴ്സലോണയിലെ നമ്പർ 10 ജേഴ്സി ആളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സി ആവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു നേഷൻസ് ലീഗ് ഫൈനലില് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ആരൊക്കെയോ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അവൻ റൊണാൾഡോയ്ക്ക് പകരക്കാരനാവണമെന്നില്ല. നെയ്മറിന്റെ കൂടെ പോയി കുറച്ച് വെക്കേഷൻ എന്തോ 2-3 ദിവസം ചെലവഴിച്ചെന്ന് വെച്ചിട്ട് അവൻ നെയ്മറിന് തുല്യമാവില്ല. അപ്പോ ലമിൻ യമാൽ, നീ കുഞ്ഞു പയ്യനാണ്, നീ വളരാനുണ്ട്, നീ വെറുതെ വെറുപ്പിക്കരുത് ആളുകളെ കൊണ്ട്. എന്റെ കളിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നീ ഭയങ്കര ടാലന്റഡ് ആണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്തോ വലിയ ഭീകരനാണ് എന്ന ഭാവം അവനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കളിക്ക് മുമ്പുള്ള ആളുടെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണ്. പോട്ടെ, ചെറുക്കനല്ലേ. ഇതേ എംബാപ്പെ പറഞ്ഞതുപോലെ അവൻ ചെറിയ പയ്യനാണ്, അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കുക എന്ന് പറഞ്ഞതുപോലെ അതായിരിക്കും നല്ലത്.